നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ് നിസ്കാരം. നിസ്കാരത്തിൻ്റെ പ്രാധാന്യം പോലെ മറ്റൊരു ഇബാദത്തിനും ഇല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇങ്ങനെ അതിശ്രേഷ്ഠമായ ഈ നിസ്കാരം, ആ നിസ്കാരം 1000 റക്അത്ത് നിസ്കരിച്ചാലും കിട്ടാത്ത പ്രതിഫലം ചെറിയ ഒരു സമയം കൊണ്ട്, ചെറിയ ഒരു അമൽ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഏതാണ് ആ പ്രതിഫലം കിട്ടുന്ന ചെറിയ അമലെന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള അമൽ, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാമല്ലോ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന്. എന്നാൽ ആ നിസ്കാരത്തേക്കാൾ പ്രാധാന്യമുള്ള ഒരു അമൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നു തൊട്ട് പഠിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഉമ്മമാരോടും സഹോദരിമാരോടും ഉപ്പമാരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ കയ്യിൽ നിങ്ങളുടെ ഫോൺ ഉണ്ട് എങ്കിൽ ഈ സ്മാർട്ട് ഫോൺ മുഖേന നിങ്ങൾക്ക് 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യം കിട്ടുന്ന ഒരു അമൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയണോ ഈ പറയപ്പെട്ട അമലുകൾ ഏതൊക്കെയാണെന്ന്? വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉപ്പമാരെ, ഉമ്മമാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രയാസ പ്രതിസന്ധികളിലൂടെയാണ് നമ്മളിൽ പല ആളുകളും കടന്നു പോകുന്നത്. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള സമാധാനങ്ങളും റാഹത്തുകളും ഖൈറാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് പലവിധ ആവശ്യങ്ങളായി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും പടച്ച തമ്പുരാൻ ഹാസുലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ തംബ്ലൈനിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാകും. 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ഒരു അമൽ. എൻ്റെ പൊന്നുസ്താദെ, ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് നിസ്കാരമാണ്. നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമുള്ള, അതും 1000 റക്അത്ത് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള അമലോ, അതെന്തമലാണ് എന്നൊക്കെ പല ആളുകളും ഒരുപക്ഷെ ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നിസ്കരിക്കണ്ടല്ലോ, ഈ ഒരു അമൽ മാത്രം ചെയ്താൽ മതിയല്ലോ എന്നും ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ആദ്യമായി പറയട്ടെ, നമ്മുടെ പരിശുദ്ധമായ ദീനിൽ ഏറ്റവും പുണ്യമുള്ള ഒരു അമലാണ് നിസ്കാരം. അതായത് ഒരാൾ യാത്രക്കാരനാണ് അല്ലെങ്കിൽ രോഗിയാണ്. ഈ 2 ആളുകൾക്കും എന്തിന് ഇളവുണ്ട്? നോമ്പിന് ഇളവുണ്ട്. ഒരുവൻ യാത്രക്കാരനാണ്, ഒരുപക്ഷെ അവനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല, നോമ്പ് പിടിച്ചാൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം? അവന് ആ നോമ്പ് മാറ്റാവുന്നതാണ്. രോഗിയാണ്, അവനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല, അവനിക്കും ആ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്നത് സാമ്പത്തികമായ ശാരീരികമായ വഴിയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഒരാൾക്കാണ് ഹജ്ജ് നിർബന്ധമാവുക. സക്കാത്തുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആ സക്കാത്ത് കൊടുക്കാൻ അവനിക്ക് പൈസ വേണം. ആ പൈസ കയ്യിൽ ഉണ്ടായാൽ മാത്രം പോരാ, ഒരു വർഷം പൂർത്തിയാവണം. നിസ്വാബ്, അതിൻ്റെ കണക്കെത്തിയാലാണ് അവൻ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറയപ്പെട്ട അമലുകൾക്കെല്ലാം ഒന്നല്ലെങ്കിൽ ഇത്, ഇതല്ലെങ്കിൽ അത്, അതുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അങ്ങനെയാണെങ്കിൽ ചെയ്യണ്ട, ഇങ്ങനെയാണെങ്കിൽ ചെയ്യണം, അങ്ങനെയൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട്. എന്നാൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് എടുത്തു നോക്കിയാൽ, നിസ്കാരം ആണാവട്ടെ പെണ്ണാവട്ടെ, ചെറിയ ആളാവട്ടെ വലിയ ആളാവട്ടെ, രോഗിയാവട്ടെ ആരോഗ്യമുള്ളവനാവട്ടെ, യാത്ര പോകുന്നവനാവട്ടെ യാത്ര പോവാത്തവനാവട്ടെ, എല്ലാവർക്കും ഏത് സന്ദർഭത്തിലും നിർബന്ധമാകുന്ന ഒരു അമലാണ് നിസ്കാരം. നിസ്കാരം നിന്നാണ് നിസ്കരിക്കേണ്ടത്. നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഇരിക്കണം, ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം, കിടന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കിടന്നിട്ട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കണം. നിസ്കാരത്തിൻ്റെ പോലെ സുജൂദ് ചെയ്യുന്നത് പോലെ, റുക്കൂഅ് ചെയ്യുന്നത് പോലെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കണം. അതിനും പറ്റുന്നില്ല എങ്കിൽ അവൻ മനസ്സിൽ അവൻ്റെ നിസ്കാരത്തിൻ്റെ രൂപം അവൻ ഓർക്കണം, കൊണ്ടുവരണം. ഇതാണ് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത. ഇനിയോ നിസ്കരിക്കുന്നതിന് മുമ്പ് വുളു എടുക്കണം. അവൻ വെള്ളം കൊണ്ടാണ് വുളു എടുക്കേണ്ടത്. ഇനി വെള്ളം പറ്റിയില്ല എങ്കിൽ മണ്ണ് കൊണ്ടെടുക്കണം. മണ്ണും പറ്റുന്നില്ല, വെള്ളം പറ്റുന്നില്ല, രണ്ടുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവൻ ഒന്നുമില്ലാതെയെങ്കിലും നിസ്കരിക്കണം. അതായത് വുളു എടുക്കാതെയെങ്കിലും അവൻ നിസ്കരിക്കണം, അല്ലെങ്കിൽ തൈമം ചെയ്യാതെയെങ്കിലും സമയത്ത് നിസ്കരിക്കേണ്ടതുണ്ട്.
നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എത്രയോ പറയാനുണ്ട് അല്ലേ. ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഒരു അമലാണ് നിസ്കാരം. അതുപോലെ തന്നെ ഒരു മുസ്ലിമിൻ്റെയും അമുസ്ലിമിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം തന്നെ അതും നിസ്കാരമാണ്. എന്നിങ്ങനെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വാതോരാതെ പരിശുദ്ധമായ ഇസ്ലാം അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫളീലത്തും അതിൻ്റെ വലിയ പ്രാധാന്യവുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഈ നിസ്കാരം, ആ നിസ്കാരം ഒരു റക്അത്തല്ല, രണ്ടല്ല, മൂന്നല്ല, 1000 റക്അത്തിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലുണ്ട് സ്വഹാബത്തെ, അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. സ്വഹാബിമാർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കത് കേൾക്കണം, വേഗത്തിൽ പറഞ്ഞതാ. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നിസ്കാരം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നിസ്കരിക്കുന്ന ളുഹറും അസറും മഗ്രിബും അല്ല. ഫർദ് നിസ്കാരം അത് ഫർദ് ആയിട്ട് തന്നെ നിസ്കരിക്കണം. ഇവിടെ നബി തങ്ങൾ ഉദ്ദേശിച്ചത് സുന്നത്ത് നിസ്കാരമാണ്. അതായത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു അമൽ എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ലഅൻ തഗദു ഫതഅല്ലമ ആയതൻ മിൻ കിതാബില്ലാഹ്. അബൂദർറെ, നീ രാവിലെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ നിന്നും ഒരു ആയത്ത് നീ പഠിച്ചു. ഖുർആനിൽ നിന്നും ഒരു സൂറത്തല്ല, അല്ലെങ്കിൽ 2-3 സൂറത്തല്ല, അല്ലെങ്കിൽ 2-3 ആയത്തല്ല, കേവലം ഒരായത്ത് നീ പഠിച്ചു ഒരു ദിവസം എന്ന് രാവിലെ, അതായത് തവനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് ഒരാൾ ഒരായത്ത് പഠിച്ചു. ഒരായത്ത്, ഖുൽ ഹുവല്ലാഹു അഹദ്, അതൊരായത്താൻ. അതുപോലെ ഇന്ന അഅ്തൈനാക്കൽ കൗസർ, അതൊരു ആയത്താൻ. ഇതുപോലെ ഒരായത്ത് അവൻ പഠിച്ചു. ഇവിടെ പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് കാണാതെ പഠിക്കലാവാം, അല്ലെങ്കിൽ അത് കണ്ട് ഓതലാവാം, അല്ലെങ്കിൽ അത് ഓതി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കലാവാം, അല്ലെങ്കിൽ അതിൻ്റെ തഫ്സീറുകൾ പരിശോധിക്കലാവാം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കലാവാം. അപ്പോൾ ഒരു മനുഷ്യൻ ഒരായത്ത് പഠിച്ചാൽ ഖൈറുൽ ലക മിൻ അൻ തുസല്ലി 100 റക്അഅ, 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അതിന് പുണ്യമുണ്ട് അബൂദർറെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഖുർആനിൽ നിന്നും ഒരു ആയത്താണ്. അത് കാണാൻ പഠിക്കലാവാം, അല്ലെങ്കിൽ അർത്ഥമാവാം, വിശദീകരിക്കലാവാം, അത് ഓതാൻ പഠിക്കലാവാം. ഒരു ആയത്ത് പഠിച്ചാൽ തന്നെ കിട്ടുന്നത് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെയാണ് മുതഅല്ലിമീങ്ങളോട്, ഈ ദർസിൽ പഠിക്കുന്ന കുട്ടികളോടൊക്കെ ഉസ്താദുമാർ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ഉറങ്ങിയാണ് കിടക്കേണ്ടത്, വിശന്നാണ് കഴിക്കേണ്ടത്, ഫർള് കഴിഞ്ഞാണ് പഠിക്കേണ്ടത്. 3 കാര്യമാണ്. ഉറങ്ങിയാണ് കിടക്കേണ്ടത്, അതായത് കിടന്നിട്ട് ഉറക്കം വരുത്തലല്ല, ഉറങ്ങിക്കൊണ്ട് കിടക്കണമെന്ന്. പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഉറക്കം വന്നങ്ങനെ കിടക്കണം, അല്ലാതെ കിടന്നിട്ട് ഉറക്കം വരാൻ കാത്തിരിക്കില്ല, അതല്ല ചെയ്യാൻ. മുതഅല്ലിമീങ്ങൾ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെയാവണം. അതുപോലെ തന്നെ വിശന്ന് കഴിക്കണം, അതായത് വിശപ്പൊന്നുമില്ല, വെറുതെ കഴിച്ചേക്കാം ഒരു രസത്തിന്, അങ്ങനെയല്ല. അവർക്ക് വിശക്കുമ്പോൾ മാത്രമാണ് അവർ കഴിക്കേണ്ടത്, അതുവരെ അവർ ഇങ്ങനെ പഠിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. പിന്നെയോ ഫർള് കഴിഞ്ഞ് പഠിക്കണം, അതായത് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കണ്ട, അവർ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ ബാക്കി അവർ പഠിക്കാൻ തുടങ്ങണമെന്നാണ്. അപ്പോൾ സുന്നത്ത് നിസ്കാരം, ഇവിടെ നബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസ്, അതായത് ഒരു മനുഷ്യൻ ഖുർആനിൻ്റെ ഒരു ആയത്ത് പഠിക്കുമ്പോൾ തന്നെ അവൻ എന്തായി, അവൻ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചവനെ പോലെയായി. അപ്പോൾ അതുകൊണ്ട് ഏതായാലും അവർ പഠിക്കുകയാണല്ലോ, ഖുർആനാണ് പഠിക്കുന്നത്, ഹദീസാണ് പഠിക്കുന്നത്, തഫ്സീറാണ് പഠിക്കുന്നത്, ഫിഖഹാണ് പഠിക്കുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ അല്ലാഹു തആല അവർക്ക് എന്ത് കൊടുക്കും, 100 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു ഓൾറെഡി കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കേണ്ട കാര്യമില്ല, ആ സമയത്ത് കൂടി നിങ്ങൾ പഠിക്കുക, എങ്കിൽ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഫലമുണ്ട് എന്ന് ഈ ഉസ്താദുമാർ ദർസിലൊക്കെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട് പറയാറുണ്ട്. പിന്നെ ഇത് നമ്മൾ മദ്രസയിൽ ദർസിൽ പോയി പഠിക്കുന്ന ആളെപ്പറ്റി മാത്രമല്ല കേട്ടോ പറയുന്നത്, ദർസിൽ പോയി പഠിക്കുന്ന കുട്ടികളെ പറ്റിയായിരിക്കും ഉസ്താദ്, അങ്ങനെയല്ല. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഖുർആൻ പഠിക്കാൻ എത്രയോ സംവിധാനങ്ങളുണ്ട്. യൂട്യൂബ് എടുത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സൂറത്ത് യാസീൻ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നാസ്, സൂറത്തുൽ ബഖറ, സൂറത്ത് ആലി ഇമ്രാൻ, സൂറത്തുൽ നജ്മ്, സൂറത്തുൽ സുമർ, അതുപോലെ സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, ഏത് സൂറത്തിന് വേണമെങ്കിൽ നമുക്കൊന്ന് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതെങ്ങനെയാണ് ഓതേണ്ടതെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ വിശദീകരണങ്ങൾ പഠിക്കാം, അതിൻ്റെ വ്യാകരണങ്ങൾ പഠിക്കാം. പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടാണ്. അപ്പോൾ ദർസിൽ പോയി പഠിക്കുന്നവർക്ക് മാത്രമല്ല, ഇത് നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് നമ്മൾ സാധാരണ എത്രയോ കാര്യങ്ങളാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നാളെ മുതൽ സൂറത്തുൻ നാസ് അതെങ്ങനെയാണ് ഓതേണ്ടത്, സൂറത്തുൽ കാഫിറൂൻ എങ്ങനെയാണ് തെറ്റില്ലാതെ പഠിക്കേണ്ടത്, ഓതേണ്ടത്, ഇതൊക്കെ നമ്മൾ യൂട്യൂബിലൂടെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ
അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഈ പ്രതിഫലം കിട്ടുമെന്നാണ് ആധുനിക പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഉപ്പമാരെ നമുക്ക് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. നമ്മൾ വെറുതെ സമയം കളയുകയാണ്. പിന്നെ ഇന്നിപ്പോൾ ഒരുപാട് ഉസ്താദുമാരെ ഇപ്പോൾ ഏത് ഉസ്താദുമാരുടെ ക്ലാസ് വേണം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഉസ്താദിൻ്റെ പല ദീനി മസാലകൾ പറയുന്ന ക്ലാസ് ഉണ്ടാകും. ഏത് സൂറത്ത് വേണമെന്ന് എത്രയോ ചാനലുകളാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, അബൂ ദർറേ വല അൻ തഗ്ദു ഫതഅല്ലമ ബാബൻ മിനൽ ഇൽമി ഉമില ബിഹി ഔ ലം യുഅമൽ ഖൈറും മിൻ അൻ തുസല്ലി അൽഫ റകഅ. അള്ളാഹിൻ്റെ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ രാവിലെ ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ പോയി പങ്കെടുത്തു, ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ പോയിരുന്നു. എന്നിട്ട് അവൻ അതിൽ പറയപ്പെടുന്ന ഇൽമുകൾ അവൻ കേട്ടു. അത് കേട്ടിട്ട് ആ കേട്ട ഇൽമു ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അവനെ കൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ല. അവനത് കേട്ടല്ലോ, ആ ഇൽമിൻ്റെ മജ്ലിസിൽ പോയി ഇരുന്നല്ലോ. എന്നാൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്, ഇവിടെ നബി തങ്ങൾ പറയുന്നു, ഖൈറും മിൻ അൻ തുസല്ലി അൽഫ റകഅ, 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു അമലാണ് രാവിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഇൽമിൻ്റെ, ഒരു അറിവ് പറയുന്ന ഒരു പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദീനിയായ ക്ലാസിൻ്റെ ഒരു മജ്ലിസിൽ പോയി ഇരുന്നാൽ അവനവിടെ കേൾക്കട്ടെ. ചിലപ്പോൾ ക്ഷീണം കാണാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാവാം എന്ന് പറഞ്ഞ് അവിടെ പോയി ഉറങ്ങണമെന്നല്ല കേട്ടോ. ഒരു ഇൽമിൻ്റെ മജ്ലിസിലുള്ള ഉറക്കം അത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഉറക്കമാണ്. അതുകൊണ്ട് അവിടെ പോയി ഉറങ്ങണം എന്ന് നിയത്തിലല്ല, അവിടെ പോയി ഇരുന്നു, ക്ഷീണം കാരണം ഒന്ന് പതിയെ മയങ്ങിപ്പോയി. എന്നാലും ഇനി അവിടെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ദിക്റും സ്വലാത്തൊക്കെ പറഞ്ഞു, എല്ലാം അവൻ്റെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ആ ഇൽമിൻ്റെ മജ്ലിസിൽ പോയി ഇരുന്നത് കാരണത്താൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവനെ പോലെയുള്ള പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മുടെ ഈ ചാനലിൽ ഓരോ ദിവസവും രാവിലെ വരുന്ന വീഡിയോകളുണ്ടല്ലോ അല്ലേ, ഓരോരോ ദിക്റിൻ്റെ ശ്രേഷ്ഠത, സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത, മസ്അലകൾ, അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ ഇൽമിൻ്റെ മജ്ലിസിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് തന്നെ നിങ്ങൾക്ക് കേട്ടാൽ അല്ലേ, അതനുസരിച്ച് ജീവിതത്തിൽ അമൽ ചെയ്താൽ തന്നെ 1000 റക്അത്ത് നിസ്കരിക്കുന്നത് പോലത്തെ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ്. ഇതൊക്കെ കൂലി കിട്ടുമോ ഉസ്താദ്? വെറുതെ യൂട്യൂബ് തുറന്നിരുന്നാൽ അള്ളാഹു അല്ലേ കൂലി തരുന്നത്? മനുഷ്യരാണെങ്കിൽ ചിലപ്പോൾ കൂലി കൊടുക്കില്ല, പക്ഷെ പടച്ചവനാണ് കൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനാണ് കേൾക്കുന്നതെങ്കിൽ, അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് എങ്കിൽ അത് യൂട്യൂബിലൂടെ ആവട്ടെ നേരിട്ടാവട്ടെ കേട്ടാലും അള്ളാഹു തആല നമുക്കതിൻ്റെ പ്രതിഫലം തരുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒഴിവ് സമയങ്ങളിലൊക്കെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാനുള്ള ഒരു മനസ്സ്, ഇപ്പോൾ എത്രയോ ഉസ്താദുമാരുടെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു ഖുർആൻ പഠിക്കാൻ, അതുപോലെ തന്നെ ചരിത്രങ്ങൾ കേൾക്കാൻ, ചരിത്രങ്ങൾ ഓരോ നബിമാരുടെ ചരിത്രമുണ്ട്, ഓരോ സ്വഹാബി വനിതകളുടെ നമ്മൾ കേട്ടാൽ നമുക്കും അവരെ പോലെ ആവാൻ തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതുപോലെ മസ്അലകളുണ്ട്. നിങ്ങളുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എത്രയോ കാര്യങ്ങളാണ് അറിയേണ്ടത്, നിങ്ങൾക്ക് അറിയില്ലാത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഒരു ദിവസം എന്തെങ്കിലും ഒരു പുതിയ അറിവ് പഠിക്കുന്നവരായി നമ്മൾ മാറണം. അതുപോലെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ടാകും, അവർക്കും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രതിഫലമാണ്. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമായ ഒരു അമലാണ് ഇൽമ് പഠിക്കുക, അത് പഠിപ്പിക്കുക, അതനുസരിച്ച് അമൽ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരുപാട് പ്രതിഫലമുണ്ട്. ഒന്ന്, അറിവ് കൂടും. രണ്ടാമത്തേത്, അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതുപോലെ മലക്കുകളുടെ ദുആയുണ്ടാകും. സ്വർഗ്ഗത്തിൽ കടക്കാൻ ഒരു എളുപ്പ വഴിയാണ്. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ, മറ്റു ഉസ്താദുമാരൊക്കെ പറയുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കാണുകയും അതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പരമാവധി പറ്റുന്നത് പോലെ അമൽ ചെയ്യുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വലിയ സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ ദുആ വസിയത്തുകൾ പറയാറുണ്ട്. അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ. അതുപോലെ തന്നെ കടങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, സ്വന്തമായി വീടില്ലാതെ, വാഹനമില്ലാതെ, കച്ചവടത്തിൽ ഖൈറില്ലാതെ, അങ്ങനെ ഒരുപാട് പേര് വിഷമിക്കുകയാണ്. ഒരുപാട് രോഗങ്ങൾ കൊണ്ട് മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് പ്രശ്നത്തിലാണ് പല ആളുകളും. അള്ളാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ കേട്ട് അമൽ ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.